അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നെന്താ പരിപാടിയെന്ന്. അതെ, ഈ ഒരു പ്ലെയിൻ കുർത്തീനെ നമുക്കൊന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് കിടിലൻ ആക്കിയാലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് നോക്കി. പക്ഷേ അത് സെറ്റായില്ല. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ശരിയാക്കി ചെയ്ത് പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ബീഡ്സ് വെച്ച് കൊടുത്തു. ഇത് കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. അത് വെച്ച് കൊടുക്കുക ചെയ്തത്. അത് നമ്മളുടെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒരു നെക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുത്തു. ഇപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ചെയ്തത് അത്ര ശരിയായിട്ടില്ല. കാരണം എനിക്കിത് ചെയ്ത് വലിയ ധാരണ ഇല്ല. അപ്പം ഞാൻ ഓരോ മെത്തേഡിലും ചെയ്ത് നോക്കി. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ലെയർ കൊടുത്തു. കുഴപ്പമില്ല എന്നുള്ളൊരു ലുക്കേ വന്നുള്ളൂ. എനിക്കത്ര സാറ്റിസ്ഫൈ ആയില്ല. പിന്നെ നെക്ക് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഓപ്പോഷൻ്റെ ഭാഗത്ത് ഇതുപോലെ കട്ട് ബീഡ്സ് ലൈൻ ലൈനായിട്ട് വെച്ചു. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 7-8 കട്ട് ബീഡ്സ് ഇങ്ങനെ ഒരുമിച്ചിട്ടു. എന്നിട്ട് ഓരോ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടിയും നൂലെടുത്ത് സ്റ്റിച്ച് ചെയ്യുക ചെയ്തത്. പിന്നെ ഓരോ സെറ്റ് കഴിയുമ്പോഴും അതിന് ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നേ ചെയ്ത് വെച്ച സെറ്റിൻ്റെ ഒരു കട്ട് ബീഡ് എടുത്തിട്ട് രണ്ടാമത്തെ സെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ഇങ്ങനെ ഓരോ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഞാൻ എടുത്തിട്ടാണ് ചെയ്തത്. ചിലതിലൊക്കെ 2-3 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. വിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിനേക്കാളും പെർഫെക്ഷൻ വരിക പിന്നെ ഒട്ടും കേട് വരാതൊക്കെ ഇരിക്കുക ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. പിന്നെ വാഷ് ചെയ്യുമ്പോഴൊന്നും കേട് വരില്ല. അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ ഓരോ ബീഡ്സ് ഇട്ടിട്ട് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് നോക്കി. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. അതുപോലെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അത്ര വൃത്തിക്കുറവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു ഡിസൈനിൽ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ എങ്ങനെ ചെയ്തത് വെച്ചാൽ ആദ്യം ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു 7 ഷുഗർ ബീഡ് കറക്റ്റ് ഇട്ട് കൊടുക്കണം. 7 ഇല്ലാച്ചാൽ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോവും. കുറഞ്ഞു കഴിഞ്ഞാലും ഷേപ്പ് മാറിപ്പോവും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ എടുത്ത ആ ഒരു ഷുഗർ ബീഡിൻ്റെ സൈസ് വെച്ചിട്ട് 7 എണ്ണമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ആ ഒരു ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ബീഡ് ഉണ്ടല്ലോ, ആ ബീഡിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഫ്ലവർ ഒരു റൗണ്ട് പോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഒരു 4 കോർണർ സൈഡും 4 സൈഡും ഇതുപോലെ ഇങ്ങനെ നമ്മൾ നൂലെടുത്ത് ഇങ്ങനെ തുന്നി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചളാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം നമ്മൾ ഈ സൂചി എടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് കുറച്ച് മാറിപ്പോയാലൊക്കെ ഈ പൂവിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷേപ്പിൽ ഏകദേശം ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയുള്ള ഒരു കട്ട് ബീഡ് വർക്കാണ് ചെയ്തത്. അത് ഈ 2 ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചു. അങ്ങനെ ഒരു ഷേപ്പിൽ 2 സൈഡിലേക്ക് ലൈൻ കൊടുത്തു. പിന്നെ അതിൻ്റെ 2 ബീഡിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു സ്റ്റിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു യോക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം ആ സൈഡ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ ഒരു കഴുത്ത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കുന്തൻ സ്റ്റോൺസൊക്കെ പറിച്ച് കളഞ്ഞു. എന്നിട്ട് കഴുത്തിന് ഇത് അതുപോലെ ആക്കി. അത് എനിക്ക് ആ കുന്തൻ സ്റ്റോൺസ് ഈ ഒരു വർക്കിനൊട്ടും മാച്ചായി തോന്നിയില്ല. അപ്പം ഞാൻ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ഭാഗത്തും അവിടെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ ആവണില്ല. ആ ഒരു ഭാഗത്തും ചെയ്യണം. പിന്നെ ഈ ഒരു പകുതി നെക്കും ചെയ്യണം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കണം. അതാണ് എൻ്റെ പ്ലാന്. ഈ കഴുത്തിൻ്റെ ഉള്ളിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ബീഡ്സ് 3 എണ്ണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അത് ആ ഓരോ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഉള്ളിലും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓരോ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തു, വെച്ച് കൊടുത്തു. അങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പശ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുന്തൻ സ്റ്റോൺസിൻ്റെ. അപ്പോൾ അതൊന്നും കാണാനുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് വർക്ക് ചെയ്തപ്പോൾ കവർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൃത്തിയോട് കംപ്ലീറ്റ് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് ഓരോരോ ഫ്ലവറിൻ്റെ ഡിസൈൻ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെ ആയി പോകരുതല്ലോ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ച് ഓരോരോ സ്ഥലത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഷുഗർ ബീഡ്സ് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള സ്കെയിൽ വെച്ചിട്ട് അതിനുള്ള ഓരോ ഡോട്ട്സ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഓരോ ബീഡ്സ് തമ്മിൽ ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലെ പെൻ കൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഞാൻ കയ്യിൽ കിട്ടിയൊരു സംഭവം എടുത്ത് മാർക്ക് ചെയ്തേ ഉള്ളൂ. അതിൻ്റെ ചെയ്യാനുള്ളൊരു ആവേശം കൊണ്ട്. ശരിക്കും പെൻ കൊണ്ട് മാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് അതുപോലെ ഉണ്ടായിരുന്നത്. ക്ലിയർ ആവണുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്തത് ഉള്ളിലിങ്ങനെ ഓരോ ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യുമായിരുന്നു. ഇത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇത് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
അടുത്ത് വീഡിയോയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്യണ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ നൂല് ബാക്കിൽ ലൈനിങ്ങിൽ കുടുങ്ങുക, അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഇത് ചെയ്യാൻ ചിന്മയിനെ ഉറക്കി കിടത്തിയിട്ട് രാത്രിയൊക്കെ ഇരുന്നിട്ട് ഉറക്കം വെച്ചിട്ടൊക്കെയാണ് ഞാനത് ചെയ്ത് തീർത്തത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അത്രയും സമയം എടുത്തു. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മളെ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് സാധാ പഴയൊരു മുണ്ടിൻ്റെ കഷ്ണം ഞാൻ എടുത്തത്. സെയിം ലൈനിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ കാണാൻ ഭയങ്കര തമാശയായിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ലൈഫായിട്ട് ഈ വർക്ക് നിൽക്കും. വർക്ക് അങ്ങനെ കേടുവരാതെ ഇരിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ നടക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത് അതുപോലെ ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു ഹാൻഡ് വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളൊരു പ്രൗഡായിരുന്നു ശരിക്കും എനിക്ക്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ തോന്നണേന്നുള്ളത് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ബൈ.